അതായത് കണ്ടുപഠിക്കില്ല, നമ്മള് കൊണ്ടേ പഠിക്കുള്ളൂ. കണ്ണുപോയാലേ കണ്ണിന്റെ മഹത്വം അറിയില്ലൂ എന്ന് പറയുന്ന പോലെയാണ്. അതുകൊണ്ടാണ് വയസ്സാകുന്നവരുണ്ടല്ലോ, ഇനി ഗുരുവായൂരപ്പനെ ഉള്ളൂട്ടോ ശരണമെന്ന്. കാരണം എപ്പോഴാ മനസ്സിലായത് ഗുരുവായൂരപ്പനെ? എന്നാ ആദ്യമൊക്കെ ആണെങ്കിലോ ഏത് ഗുരുവായൂരപ്പൻ, മിണ്ടാതിരിക്കാൻ പറയും. ഇതൊക്കെ ഞാൻ എന്റെ കഴിവുകൊണ്ട് മെനക്കെട്ടുണ്ടാക്കിയിട്ട് ഞാൻ ഇനി ഒരു ഗുരുവായൂരപ്പന് ക്രെഡിറ്റ് കൊടുക്കേ? ഗുരുവായൂരപ്പനൊരു വിലയില്ല. പിന്നെ 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 അനുഭവം കൊണ്ട് മനസ്സിലാവും. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവൻ. അതൊക്കെ മനസ്സിലാവുമ്പം തണ്ടിലേറുമ്പോഴാ മനസ്സിലാവുക ഇപ്പൊ തണ്ടൊക്കെ പോയി എന്നുള്ളത്. അതുവരെ മനസ്സിലാവില്ലത്. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം നമ്മൾ രാവിലെ എണീറ്റ് ഭഗവാനെ ഒന്ന് സ്മരിച്ചുകൊണ്ട് മനസ്സിൽ പറയണം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാനെ, അവിടുത്തെ ഒരു കാരുണ്യവും അവിടുത്തെ ഒരു ദയയും അവിടുത്തെ ഒരു വാത്സല്യവും അവിടുത്തെ ഒരു സാന്നിധ്യവും എന്നിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന എനിക്ക് ഉണരാൻ സാധിച്ചത്, എനിക്ക് എന്റെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഉറങ്ങുമ്പോഴും എന്നെ സംരക്ഷിക്കുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ് എപ്പോഴും എപ്പോഴും എന്റെ കൂടെ ഉള്ളത്. വാസ്തവത്തിൽ അങ്ങേ ഉള്ളൂ എനിക്കൊരു ബന്ധുവായിട്ട്. അപ്രകാരമൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ഭഗവാനോടുള്ള പ്രേമം രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഉറപ്പിച്ചുകൊള്ളണമെന്ന് പറയാണ്. എന്നിട്ട് ഉണ്ണി പറയണോ, അങ്ങാണെങ്കിലോ ഏകസ്ത്വമേവ ഭഗവൻ ഇതമാത്മശക്തിയാ മായാക്കയോരു ഗുണയാ മഹദാദ്യശേഷം സൃഷ്ട്വാനവിശ്യ പുരുഷ സതസൽ ഗുണേഷു നാനേവദാരുഷു വിഭാവസുവൽ വിഭാസി ത്വം ഏകസ്ത്വം. അവിടുന്ന് ഏകനാണ് എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ, ഏകം മാത്രമാണ്. ആത്മശക്തിയാ മായാഖ്യോരു ഗണയാ മഹദാദ്യശേഷം. അങ്ങ് ഒന്ന് തന്നെയാണ് പലതായി വികസിച്ചിരിക്കുന്നത്. അങ്ങയുടെ പ്രകൃതി അനവധിയാണെങ്കിലും അങ്ങെന്ന് പറയുന്ന പ്രകാശം ഒന്നാണ്, ഇലക്ട്രിക് പവർ ഒന്നാണ്, ഇൻസ്ട്രുമെന്റുകൾ അനവധിയാണ്. ഇതുപോലെ സ്വഭാവങ്ങൾ അനവധിയാണ്, സ്വഭാവങ്ങളും ശരീരങ്ങളും അനവധിയാണ്. പക്ഷേ എല്ലാ സ്വഭാവങ്ങളിലൂടെയും ശരീരത്തിലൂടെയും പ്രവർത്തിക്കുന്ന ആ ശക്തി ഒന്ന് തന്നെയാണല്ലോ ഭഗവാനെ. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഭഗവാനെ, അപ്രകാരമുള്ള അങ്ങ് തൽദത്തയാ വൈനയേതമജഷ്ടവിശ്യം സുപ്തപ്രബുദ്ധൈവ നാഥഭവൽ പ്രപന്ന തസ്യാപവർഗ ശരണം തവപാദമൂലം വിസ്മര്യതേ കൃതവിദാ കഥമാർത്ഥബന്ധോ. ഭഗവാനെ, അവിടുന്ന് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവിടുന്ന് തന്നിരിക്കുന്ന ഈ ജ്ഞാനം കൊണ്ട്, ഈ വിവേകം കൊണ്ട് ഇപ്പൊ ഞാൻ സുപ്തപ്രബുദ്ധ, ഉറങ്ങുന്ന ആള് ഉണർന്നതുപോലെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഭവൽ പ്രപന്ന, അങ്ങനെയാണ് ശരണം പ്രാപിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഭഗവാനെ, ആ പാദമൂലത്തെ ആരാണ് മറക്കുക? ആർക്കെങ്കിലും മറക്കാൻ സാധിക്കുമോ ഭഗവാനെ? അവിടുന്നല്ലേ ഞങ്ങൾക്ക് ഒരു നാഥനായിട്ടുള്ളൂ. വിസ്മരീയതേ, എങ്ങനെ ഞങ്ങൾക്ക് അങ്ങേ വിസ്മരിക്കാൻ സാധിക്കും? അങ്ങ് ഞങ്ങളുടെ ആർത്തബന്ധോ, ഞങ്ങളുടെ ബന്ധു തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഭഗവാനിലേക്ക് മനസ്സ് ഉയരണമെങ്കിൽ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം കിട്ടുമോ? അതിനെന്ത് വേണം? ഭക്തിം മുഹുപ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദമഹദാമലാശയാനം ഏനഞ്ച സോരുൽഭണമൊരു വ്യസനം ഭവാബ്ദിം നേഷ്യേ ഭവൽ ഗുണഗതാമൃത പാനമത്താം. ഭക്തിം മുഹു, അങ്ങനെ ഒരു ഭക്തി മേ പ്രസംഗോത്വയി. ഭഗവാനെ, അങ്ങയിലൊരു ഭക്തി, ദൃഢമായൊരു ഭക്തി ഉണ്ടാവണമെങ്കിൽ അതിനെന്ത് വേണം? ഭഗവൽ ഗുണകഥാമൃതപാനമത്താം. ഭഗവൽ കഥകളിലൂടെ അതാരാണോ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അവരോടൊക്കെ കൂടി ചേർന്നുകൊണ്ട് അപ്രകാരം നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കാൻ സാധിച്ചാൽ ഒരു വ്യസനം ഭവാബ്ദിം ഏനഞ്ചസോൽഭണ, അതിൽ നിന്ന് നേ ഏഷ്യേ, അവർക്കൊരിക്കലും ഭഗവാനെ ഒരു വ്യസനങ്ങളൊന്നും ഉണ്ടാവില്ല. ആരാണോ ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കുന്നത് അവർക്കെവിടെയാണ് വിഷമങ്ങളും ദുഃഖങ്ങളും? അതെല്ലാം ക്രമേണ ക്രമേണ ഇല്ലാതെ തീരണമല്ലോ. അതിനൊരു സുഹൃതം വേണം. അതാണ് കുട്ടിക്കാലത്തെ നമുക്ക് വേണ്ടത്. നോക്കൂ, ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറയണേ, തെറ്റിദ്ധരിക്കരുത്. അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ ഭാഗ്യം വേണ്ടത് സത്സംഗങ്ങൾക്ക് പോകാനാണ്. കാരണം കുട്ടിക്കാലത്തെ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ വഴി തെറ്റിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, നമുക്ക് വ്യക്തമാവും.
പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴല്ലോ നമുക്ക് അമ്പലത്തിൽ പോകുന്നത് തന്നെ വ്യത്യാസം വരും. കാരണം പിന്നെ നമ്മൾ വഴിപാട് ചെയ്യാനല്ല അമ്പലത്തിൽ പോവുക. ആ ഒരു അന്തരീക്ഷത്തിൽ, ഒരു പോസിറ്റീവ് എനർജിയുള്ള അന്തരീക്ഷത്തിൽ നമ്മുടെ മനസ്സിനെ കുറച്ചു നേരം ഭഗവാനിലേക്ക് തിരിക്കാൻ, ഒരു നാമം ചൊല്ലിക്കൊണ്ട് കുറച്ചു നേരം ഇരുന്നുകൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ ഒരു അനുയോജ്യമായൊരു എൻവിറോൺമെന്റ്, ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ളൊരു കേന്ദ്രമായി മാറും ഏത്? ക്ഷേത്രങ്ങൾ എന്ന് പറയണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രത്തിൽ തൊഴുതു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിലുപരി കുറച്ചു നേരം എല്ലാവരും, എന്നെ സംബന്ധിച്ച് ഞാൻ ഗുരുവായൂരിനെയൊക്കെ ഭാവന ചെയ്യുന്നത് അങ്ങനെയാണ്. ആ വരുന്ന ആളുകളെയൊക്കെ കുത്തനെ നിർത്താതെ ഒരു ഭാഗത്തിരുത്തി കുറച്ച് നാമം ചൊല്ലി ബാച്ചായിട്ട് തൊഴാൻ വിട്ട് അങ്ങനെ പുറത്തേക്ക് കടന്ന പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര നല്ലൊരു സംവിധാനം ഉണ്ടാക്കാം. ഞാൻ ഇക്കാര്യത്തിൽ വളരെ ആദരിക്കുന്നത് ഈ സിഖ് സർദാർജിമാരെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഗുരുദ്വാരയിൽ ഒന്ന് പോയി നോക്കൂ. അമൃത്സറിൽ അവരുടെ സുവർണക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ വളരെ ആദരവോടെ അവരുടെ കസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം, തലയിൽ കെട്ടണം, അവിടെ ചെന്നിരുന്ന് കുറെ നേരം നാമസങ്കീർത്തനം ചൊല്ലി എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാം. എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എവിടെ വെച്ചാൽ പോവാം. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വരണം. ഈ നേരിട്ട് തൊഴുതു പോകുന്നതിന് പകരം ഒരു ഭാഗത്ത് കുറച്ചു നേരം ഇരുന്ന് നാമസങ്കീർത്തനൊക്കെ ചൊല്ലി മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്തി, ആ ഭഗവാൻ തന്നെയാണ് കൂടെയുള്ളത്, മനസ്സ് വന്നത് ഭഗവാനിൽ നിന്നാണ്, നിലനിർത്തുന്നത് ഭഗവാനാണ്, എന്റെ ഗുരുവായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും ബന്ധുവായിട്ടും മിത്രമായിട്ടും എല്ലാമായിട്ടും എപ്പോഴും എന്റെ കൂടെയുള്ളത് ഭഗവാൻ തന്നെയാണ് എന്നുറപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ അടുത്ത് എന്ന് ആ രൂപത്തെ കാണുമ്പോൾ ഭഗവാനെ ഈ വിഗ്രഹത്തിലിരിക്കുന്ന ചൈതന്യവും ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിലിരിക്കുന്ന ക്ഷേത്രജ്ഞനും ഒന്ന് തന്നെ എന്ന ബോധത്തോടുകൂടി നമസ്കരിച്ചുകൊണ്ട് അങ്ങ് എപ്പോഴും എന്റെ കൂടെയുണ്ട്, ഞാൻ അവിടുത്തെ ഒരു ദാസനായിട്ടിതാ പോകുന്നു ഭഗവാനെ എന്നുള്ള ബോധത്തോടുകൂടിയൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നതെങ്കിൽ ക്രമേണ നമ്മുടെ മനസ്സ് ആരിലേക്ക് എത്തും? ഭഗവാനിൽ. ഇന്ന് ആ സംവിധാനമാണോ നമുക്ക്? വെറുതെ തിക്കും തിരക്കും, അവിടെ ശത്രു സംസ്കാരം, ഇവിടെ വേറെ സംസ്കാരം. പിന്നെ ഒരു സിദ്ധി എന്താണ്? പൂജ. അത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ പൂജ, എന്തെല്ലാം ബഹളങ്ങളും. എന്താ ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്? അതും ഒരു ശാസ്ത്രത്തിൽ പറഞ്ഞില്ല ജ്യോതിഷം നോക്കണം അമ്പലത്തിലേക്ക്. കാലാതീതനായ പുരുഷനെ കാലത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ജ്യോതിഷ ശാസ്ത്രത്തിന് എങ്ങനെ നിർവചിക്കാൻ പറ്റും? ജ്യോതിഷം എന്ന് പറയുന്നത് കാലത്തിന് വിധേയമായതാണ്. ഗ്രഹങ്ങളൊക്കെ കാലത്തിന്റെ പരിമിതിയിൽപ്പെട്ടാണോ കാലാതീതമാണോ? ശാസ്ത്രജ്ഞന്മാർ വളരെ വ്യക്തമായി പറയുന്നു, ഈ ഭൂമിക്കും ഒരു ദിവസം മരണമുണ്ട്, സൂര്യനും ഒരിക്കൽ മരണമുണ്ട്. ഇതെല്ലാം ജനിച്ചതാണെങ്കിൽ ഇതെല്ലാം മരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഹുവും കേതുവും ചൊവ്വയും ശനിയും ഇതെല്ലാം മരിച്ചേ പറ്റുള്ളൂ. മരണമുള്ളതൊക്കെ കാലത്തിനതീതമാണോ? ആണോ? എന്നാ ഭഗവാനാണെങ്കിലോ കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. കാലദേശങ്ങൾക്ക് അതീതനാണ്. അപ്പം പിന്നെ എങ്ങനെ ഈ ശാസ്ത്രത്തിന് അതിന് നിർവചിക്കാൻ പറ്റുക? നോക്കൂ എന്തൊരു അബദ്ധമാണ് കാണിക്കുന്നതെന്ന്. അതായത് താഴ്ന്ന ഒരു ശാസ്ത്രം ഉന്നതമായൊരു തത്വത്തെ നിർവചിക്കുന്നു. സമ്മതിക്കരുത്. നമ്മൾ ഭഗവാനെ സംബന്ധിച്ച് ഒരു ജ്യോതിഷത്തിന്റെയും ആവശ്യമില്ല. ഉത്തരേന്ത്യയിലേക്കൊക്കെ നോക്കൂ നിങ്ങൾ, അവിടെ ഒന്നും ഈ തരത്തിലുള്ള കോപ്രാട്ടിത്തരങ്ങളില്ല. നമ്മുടെ ഈ കേരളത്തിലൊക്കെയാണ് ഇത് വേണ്ടാധീനങ്ങൾ കൂടുതലുള്ളത്. അപ്പൊ നമ്മളൊക്കെ മാറ്റിയെടുക്കണം ഇത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറകളൊക്കെ വഴിതെറ്റും. ഇതൊക്കെയാണ് വേണ്ടത്. ഉണ്ണി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഭഗവാനിലേക്ക് എങ്ങനെ വേണം ഭഗവാനെ തിരിക്കണമെങ്കിൽ ഭഗവൽ ഗുണക്കഥാമൃത പാനമത്ത. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് വളരെ വ്യക്തമായി. ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ശരീരം കിട്ടുന്നത് ദുർലഭമാണ്. ദുർലഭമായിരിക്കുന്ന ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഗുരുകർണധാരം, ഗുരുവിലേക്ക് മനസ്സിനെ നയിക്കാതെ, ഗുരുക്കന്മാരുടെ അടുത്തേക്ക് മനസ്സ് നയിക്കാതെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ എന്നിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഗീതയിലും പറയും ഭഗവാൻ എന്ത് വേണം? ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാം. ഭഗവാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഗുരുക്കന്മാരെ, അതായത് ആചാര്യന്മാരിലൂടെ മനസ്സിനെ അതിലേക്ക് തിരിച്ചുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഉയർത്തണം. അങ്ങനെ നമ്മൾ ഉയർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ തേന സ്മരന്ത്യതിരതം പ്രിയമീശമർത്യം ഏ ചാന്നതസ്സുത സുഖൽ ഗൃഹവിത്തദാരാം ഏ ത്വബ്ജനാവദീയപദാരവിന്ദ സൗഗന്ധ്യലബ്ധ ഹൃദയേഷു ഹൃദപ്രസംഗാം. ഭഗവാനെ എപ്പോ പ്രിയം ഈശം, അങ്ങാണ് പ്രിയനെന്ന് മനസ്സിലായോ അന്ന് മനസ്സിലാവും സുതാ സുഹൃൽ ഗൃഹ വിത്തധാരാം
ന സ്മരന്തി, അവരൊന്നുമല്ല എനിക്ക് പ്രിയപ്പെട്ടവരെന്ന്. ആര് പ്രിയപ്പെട്ടവനാവണം? ഭഗവാൻ പ്രിയപ്പെട്ടവനാവാൻ തുടങ്ങി അന്നു മുതൽ പിന്നെ മറ്റുള്ളവരൊന്നും മനസ്സിൽ പ്രിയപ്പെട്ടവരല്ല, ശരീരത്തിന് പ്രിയപ്പെട്ടവരാണ്. കാരണം അവരൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടവരാണ്. ഏതുമായി ബന്ധപ്പെട്ടവരല്ല? മനസ്സുമായി ബന്ധപ്പെട്ടവരല്ല. അങ്ങനെ ആ ജീവിതമുണ്ടല്ലോ, ഭവതീയ പഥാരവിന്ദ സൗഗന്ധ്യ ലുബ്ധഹൃദയേഷു കൃതപ്രസംഗ, അങ്ങയുമായിട്ട് സംഘം ചെയ്യും ആ മനസ്സ്. ഇപ്രകാരം അങ്ങാണെങ്കിലോ നിത്യം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധാത്മാം കൂടസ്ഥാതിപുരുഷോ ഭഗവൻ പ്രതീശ യൽബുദ്ധ്യവസ്ഥിതമഗണ്ഡതിയാ സുദൃഷ്ട്യ ദൃഷ്ടാസിതാവതിമകോ വ്യതിരിക്താസ്തേ. ധ്രുവന് വളരെ വ്യക്തമാണ് ആരാ ഭഗവാൻ. നിത്യമുക്തം, എന്നും മുക്തനാണ്, പരിശുദ്ധനാണ്, വിബുദ്ധമാണ്, ആത്മാവാണ്, കൂടസ്ഥനാണ്, ആദിപുരുഷനാണ് എന്നെല്ലാം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറയുന്നു. അങ്ങ് എല്ലാ യജ്ഞങ്ങളിലും യജ്ഞത്തിനെ അനുഭവിക്കുന്നവനായിട്ട് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനാണ് ഭഗവാനെ. അപ്രകാരമുള്ള അങ്ങേ ഞാൻ ഇതാ നമസ്കരിക്കുന്നു. എന്നിട്ട് ഉണ്ണിയുടെ ഒരു മോഹം പറയാണ്. ഇതൊക്കെയാണെങ്കിലും ഭഗവാനെ, ഞാനൊരു കുട്ടിയല്ലേ, എനിക്കൊരു മോഹമുണ്ട് എന്ന്. എന്താ മോഹം? സത്യാശിഷോ ഹി ഭഗവൻ തവ പാദപത്മാം ആശിസ്തദാരഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവൻ പരിപാതിദീനൻ വാത്സേവ വത്സകമനുഗ്രഹകാതരോസ്മൻ. എപ്രകാരമാണ് ഒരു പശുക്കുട്ടിക്ക് അമ്മ പാല് ചൊരുത്തി കൊടുക്കുന്നത്, അതുപോലെ ഭഗവാനെ പുരുഷാർത്ഥമൂർത്തേ ആശീസ്തദാനഭജത, ഞാൻ ആശയോടുകൂടിയിട്ടാണ് അങ്ങയെ ഭജിച്ചിരിക്കുന്നത്, അവിടുത്തെ പാദപത്മങ്ങളെ ഞാൻ ആരാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പശുക്കുട്ടിക്ക് അമ്മ പാല് ചുരത്തി കൊടുക്കുന്നത് പോലെ എനിക്കും ആഗ്രഹങ്ങളാകുന്ന പാല് ചുരത്തി തരണേ ഭഗവാനെ എന്ന്. എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞില്ല, പക്ഷെ മനസ്സിൽ എന്തുണ്ട്? ആഗ്രഹങ്ങളോടുകൂടി ഉണ്ണി ഭജിച്ചിരിക്കുന്നുവെന്ന്. ഇത് കേട്ടതും ഭഗവാൻ അത്യന്തം സന്തോഷം വന്നു. ഭഗവാൻ ഉണ്ണിക്ക് വരങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ വരങ്ങൾ കൊടുത്ത് ആ വരങ്ങൾ കിട്ടിയപ്പോ എന്താ വരങ്ങൾ എന്ന് പറയോ? ഒന്നാമത്തെ വരം, നാന്യേരധിഷ്ഠിതം ഭദ്ര യദ്ഭ്രാജിഷ്ണു ധ്രുവക്ഷിതീ എത്ര ഗ്രഹക്ഷതാരാണം ജ്യോതിഷം ചക്രമാഹിതം. സപ്തർഷികളാകുന്ന നക്ഷത്രങ്ങൾ വലയം ചെയ്യുന്ന, നക്ഷത്രവ്യൂഹങ്ങൾ വലയം ചെയ്യുന്ന ധ്രുവക്ഷിതി ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ധ്രുവ നക്ഷത്ര പദവി. ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. ഒരിക്കലും നശിക്കാത്ത, മരിക്കാത്ത ധ്രുവ നക്ഷത്രം, തൽക്കാലത്തേക്ക് മരിക്കാത്തത്, ഒരിക്കലും സ്ഥാനം തെറ്റാത്ത ധ്രുവ നക്ഷത്രം. ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയുണ്ട്? ഉണ്ണി മനസ്സുകൊണ്ട് പറയാ, ചത്തുപോയിട്ട് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? മരിച്ചുപോയിട്ട് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ വല്ലതും തരണ്ടേ ഭഗവാനെ? ഉടനെ പറഞ്ഞു, ഷട്ട്രിംശൽ വർഷസാഹസ്രം രക്ഷിതാവ്യാഹതേന്ദ്രിയ. ഉണ്ണി 36,000 വർഷം, അതൊരു പക്ഷെ എക്സാഗ്രേഷൻ ആയിരിക്കാം, 36,000 ദിവസം എടുത്തോളൂ, ഈ ഭൂമിയെ നീ രക്ഷിച്ചോളൂ രാജാവായിട്ട്. ഭഗവാൻ എന്തു കൊടുത്തു? ചക്രവർത്തി സ്ഥാനം. എത്ര വർഷത്തേക്ക്? ലോട്ടറിയിൽ അടിച്ചിരിക്കുന്നത് ആണോ അല്ലേ? നമ്മളാണെങ്കിൽ മേലോട്ടൊരു ചാട്ടം ചാടില്ലേ? എന്നാൽ ധ്രുവൻ ചാടുകയല്ല ചെയ്തത്, കരഞ്ഞു എന്നാണ് ഭാഗവതം പറയുന്നത്. വരം കിട്ടിയിട്ടും കരഞ്ഞ കുട്ടിയാണ് ആര്? ധ്രുവൻ. അതെന്തിനാ കരഞ്ഞത്? ഭാരതീയ സംസ്കാരത്തിന്റെ ആ വലിയൊരു ഉത്തരവാദിത്വം, അതിന്റെ വലിയൊരു കേന്ദ്രം എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയിലൂടെ വേണം സംസ്കാരം കുട്ടികളിലേക്ക് പകരാൻ, കുട്ടികളിൽ നിന്ന് വേണം സമൂഹത്തിലേക്ക് പകരാൻ. അതുകൊണ്ട് കുപുത്രോ ഭവതി, ഒരു പുത്രൻ കുപുത്രനായി തീർന്നാലും കുമാത എന്ന ഭവതി, ആരുണ്ടാവരുത്? ഒരു മാതാവ് അങ്ങനെ തീരരുത്. കാരണം ഒരു അമ്മ വഴിതെറ്റിയാൽ കുട്ടി വഴിതെറ്റി, സമൂഹം വഴിതെറ്റും. ഇന്ന് നമ്മൾ കാണുന്നതുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളാണ് കൂടുതൽ അക്രമവാസനകളിലേക്ക് പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ക്രിമിനൽ എടുത്തു നോക്കൂ, എല്ലാ പൊളിറ്റിക്കലായാലും ശരി, മതപരമായാലും ശരി, ഏതൊക്കെ വിധത്തിലായാലും ശരി, പണത്തിന് വേണ്ടിയിട്ടായാലും ശരി, കാമാർത്ഥനായിട്ട് വേണ്ടാത്തത് ചെയ്യുന്നവനായാലും ശരി, അധികവും ഒരു 20 വയസ്സിന് മുകളിൽ, ഒരു 10-40 വയസ്സിന്റെ ഉള്ളിൽ വരുന്ന യുവാക്കളാണ് അതിലേക്ക് വഴിവിട്ടു പോകുന്നത്. അവരൊക്കെ വഴിതെറ്റുന്നതിന് കാരണം വ്യക്തമായി എനിക്ക് ബോധ്യമായിട്ടുള്ളത്, അവർക്കൊന്നും കുട്ടിക്കാലത്ത് വേണ്ട വിധത്തിലൊരു വഴികാട്ടിയായിട്ടുള്ള ഒരു അമ്മയെ കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു സുനീതിയെ കിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും അവരൊന്നും വഴിതെറ്റു പോകുമായിരുന്നില്ല. അതുകൊണ്ട് ഒരു അമ്മ എങ്ങനെയുള്ള അമ്മയായിരിക്കണം? കുട്ടികളെ മോൾഡ് ചെയ്യുന്ന അമ്മയായിരിക്കണം.
കുട്ടികളെ മോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ജീവിതത്തിനനുസരിച്ച് കുട്ടികളെ വളർത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ അപകടത്തിലായിത്തീരുന്നത്. എല്ലാവരുടെ ഉള്ളിലും പലവിധത്തിലുള്ള അറിവുകളും കഴിവുകളും ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ വികസിപ്പിക്കാൻ വേണ്ടുന്നൊരു സംവിധാനം അത് അമ്മമാര് കുട്ടിക്കാലത്തെ വളർത്തിക്കൊണ്ടുവരണം. അതുപോലെ അമ്മമാരുടെ പെരുമാറ്റം, അതൊക്കെ കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നൊരു അനുഭവമുണ്ട്. ഒരിക്കലൊരു കുട്ടി, പെൺകുട്ടിയാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അവള് നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ്. എന്തോ അവൾക്ക് ഹാഫ് ഇയർലി വളരെ മോശമായിരുന്നു. എക്സാം നന്നായിട്ടൊക്കെ എഴുതി, പക്ഷെ പ്രതീക്ഷിച്ച മാർക്കൊന്നും അവൾക്ക് കിട്ടിയില്ല. അങ്ങനെ അവൾ ആകെ ഡെസ്പായി, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതിന്. അതിന്റെ ഇടയ്ക്ക് വേറൊരു ട്രാജഡിയും കൂടി ഉണ്ടായി കുട്ടിക്ക്. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്, അവളുടെ അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഡൽഹിയിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ ഒരു വിഷമം. അപ്പൊ ഫ്രണ്ട് പോയൊരു ദുഃഖം, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞിട്ട് ടീച്ചർമാരെല്ലാം വല്ലാതെ ചീത്ത പറഞ്ഞിട്ടുള്ള ദുഃഖം. കുട്ടിക്ക് ഒരു നിമിഷം തോന്നി, ജീവിക്കേണ്ടതാണ്, എന്തിനാ എങ്ങനെയൊക്കെ ജീവിക്കുന്നത്, കുറെ വേദനകൾ അനുഭവിക്കാൻ. കുട്ടി ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ചിന്തിക്കുന്ന ചിന്ത ഇതാണ്: വീട്ടിലെത്തിയിട്ട് അമ്മ എങ്ങാനും ട്യൂഷന് പോ പെണ്ണേന്ന് പറഞ്ഞാലല്ലോ, പൊടി ട്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ തിരിച്ച് വീട്ടിലേക്ക് വരില്ല, ഇനി എനിക്ക് മതി ജീവിതം, വേണമെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോലും മടിക്കില്ല. അവള് ബ്ലേഡൊക്കെ വാങ്ങിച്ചു വെച്ചു, അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ വെയിൻ കട്ട് ചെയ്യാനോ. അങ്ങനെയൊക്കെ കുട്ടികളുടെ മനസ്സിലുള്ള ചിന്തകളാണ്. അങ്ങനെ കുട്ടി വീട്ടിലേക്ക് പോണു. വീട്ടിലെത്തി. അമ്മയാണെങ്കിൽ വളരെ നല്ലൊരു സംസ്കാരമുള്ള ഒരു അമ്മയായിരുന്നു. ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി എവിടെയോ താളം തെറ്റിയിട്ടുണ്ട് കുട്ടി. അമ്മ വാരിക്കോരി, 7 പഠിക്കുന്ന കുട്ടിയാണ്, തന്റെ മാറിലേക്ക് ചേർത്തിട്ട് തലയൊക്കെ തലോടി, എന്ത് പറ്റി മോളെ? സാരല്ലേ, മോള് ക്ഷീണിച്ചിട്ടുണ്ട് തോന്നുന്നു, ഒരു കാര്യം ചെയ്യും മോള്, മുഖമൊക്കെ കഴുകിയിട്ട് വിശ്രമിച്ചോളൂ, ഇന്ന് ട്യൂഷനൊന്നും പോകണ്ടെന്ന്. ആ കുട്ടി പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം അമ്മയിൽ നിന്ന് കിട്ടുമ്പോണ്ടല്ലോ, അമ്മയുടെ മുഖത്തേക്ക് നോക്കി, അമ്മ ഒരു കാര്യം ചെയ്യും, കുട്ടിക്ക് കാപ്പിയും പലഹാരമൊക്കെ ഉണ്ടാകും, മോൾക്ക് അട ഇഷ്ടമല്ലേ, അമ്മ അടയുണ്ടാക്കി തരാന്ന്. അങ്ങനെ അവള് വിശ്രമിച്ചു. അമ്മ അടയുണ്ടാക്കുകയാണ്. അപ്പൊ അവള് ചിന്തിക്കുകയാണ്, ഒരു നിമിഷം അവളുടെ മനസ്സിൽ വന്നൊരു മാറ്റം, എനിക്ക് മാർക്ക് കുറഞ്ഞാലും എന്റെ ഫ്രണ്ട് നഷ്ടപ്പെട്ടാലും അമ്മയുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതിന് ഞാൻ പ്രാധാന്യം കൊടുത്തില്ലല്ലോ, എന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്റെ അമ്മയ്ക്ക് ഇല്ലേ, പിന്നെന്താ ഞാൻ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചത്, ശരിയല്ലല്ലോ ഞാൻ ചിന്തിച്ചത്. അവൾക്ക് കിടന്നിട്ടൊരു ചെറിയ കുറ്റബോധം, ഞാൻ വേണ്ടാത്തത് ചിന്തിച്ചില്ലേ എന്നുള്ള കുറ്റബോധം. അവൾ വേഗം അടുക്കളയിലേക്ക് വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, മോള് കിടന്നോളൂ, വിശ്രമിച്ചോളൂ, എന്നിട്ട് മോള് എണീറ്റിട്ട് വന്നിട്ട് കഴിച്ചാൽ മതി. അപ്പോഴേക്കും അമ്മ തയ്യാറാക്കാം. അപ്പൊ അവള് ചോദിക്കുകയാണ് അമ്മയോട്, എന്തിനാ ഈശ്വരൻ ഇങ്ങനെ നമ്മളെ പരീക്ഷിക്കുന്നത്? അമ്മയല്ലേ എന്നെ എത്രയോ അമ്പലങ്ങളിൽ കൊണ്ടുപോയത്, എത്രയോ വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ, എന്നിട്ടും എന്താ ഈശ്വരന് കരുണയില്ലാത്തത്? ഞാൻ നല്ലവണ്ണം എഴുതിയതാണല്ലോ പേപ്പറൊക്കെ, എന്നിട്ട് എന്താ എനിക്കിങ്ങനെ മാർക്ക് കുറഞ്ഞു തന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ടിനെ മാത്രമേ കൊണ്ടുപോകാനുള്ളൂ, വേറെ ഒരു ഫ്രണ്ടും കൊണ്ടുപോയില്ലേ, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പൊ അമ്മ, മോളിരിക്കൂ എന്ന് പറഞ്ഞ അമ്മ കുറച്ചൊരു വിദ്യാഭ്യാസമുള്ള ഒരു അമ്മയാണ്. അപ്പൊ അവളോട് ചോദിക്കുകയാണ്, മോൾക്ക് അമ്മ അടയുണ്ടാക്കി തരണു. ഈ അരി വന്നത്, അരിപ്പൊടി വന്നത് അരിയിൽ നിന്നാണ്. ആ അരിയെ പൊടിച്ചിട്ടാണ് അരിപ്പൊടി ചെയ്ത്. ഒരു കാലത്തത് നെല്ലായിരുന്നു. ആ നെല്ല് കുത്തിയിട്ടാണ് അരി ചെയ്ത്. ആ നെല്ല് എത്രയോ കാലം വെയിലും മഴയും കൊണ്ടിട്ടാണ് വയലിൽ കിടന്നിട്ടാണ് നെല്ലായിട്ട് വന്നത്. ഒരു കാലത്ത് അത് വിത്തായിരുന്നു, അത് മുളയ്ക്കാൻ കുറെ സമയമെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അനവധി പരീക്ഷണങ്ങളിലൂടെ ഒരു വിത്ത് മുളച്ച് നെൽച്ചെടിയായി, ആ നെല്ല് അരിയായി, അത് കുത്തിയിടിച്ച് അരിപ്പൊടിയായിട്ട് ഇപ്പോ നമ്മൾ അതിൽ ശർക്കരയും അളിയരൊക്കെ ചേർത്ത് അടച്ചിടുമ്പോ അതിന് എത്ര രസമുണ്ട് കുട്ടി. അതിന് പകരം മോൾക്ക് നെല്ല് തന്നാ രുചി കിട്ടുമോ? അരി തന്നാ രുചി കിട്ടുമോ? വെറും അരിപ്പൊടി തന്നാ രുചി കിട്ടുമോ? ഇതുപോലെയാണ് കാലം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഓരോ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന് അതിനെയൊക്കെ അഭിമുഖീകരിച്ച് അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാലേ നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈശ്വരനെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, കാലത്തെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇതെല്ലാം ഈശ്വരൻ നമ്മളെ വാർത്തെടുക്കാൻ, നല്ലൊരു വ്യക്തിയാക്കി തീർക്കാൻ വേണ്ടി തരുന്ന പരീക്ഷണമാണ്. മോൾക്കറിയോ, മോൾ ഇങ്ങോട്ട് വന്നപ്പോ 9 മാസം അമ്മ ഗർഭത്തിൽ മോളെ ചുമന്നിട്ടുണ്ട്. എന്തെല്ലാം വേദനകൾ അമ്മ അനുഭവിച്ചിട്ടുണ്ട് അറിയോ? അമ്മയ്ക്ക് ഭക്ഷണത്തിന് രുചിയുണ്ടായിരുന്നില്ല, ഉറക്കമുണ്ടായിരുന്നില്ല. ഒരു വർഷക്കാലം മോള് എങ്ങനെയാ കഴിഞ്ഞതെന്നറിയോ? അമ്മയുടെ ശരീരത്തിൽ മലവും മൂത്രവും ഒക്കെ ആക്കിയിട്ട് രാത്രിയൊന്നും അമ്മയ്ക്ക് ഉറക്കം തരാതെയാണ് അമ്മ മോളെ വളർത്തിയത്. അറിയോ മോള്?
അമ്മ അന്ന് വിചാരിക്കുകയാണ്, എന്തിനാ ഈശ്വരൻ എന്നെ പരീക്ഷിക്കണം, എന്തിനാ ഇങ്ങനെ ഒരു കുട്ടി എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഇന്നീ മോളുണ്ടാവുമോ? അതുകൊണ്ട് വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ മോളവും നമുക്ക് ഈശ്വരൻ തരുന്ന ഒരു പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കണം. നമ്മൾ അതിലൊന്നും തളരാൻ പാടില്ല, നമ്മൾ അതിലൊക്കെ ഉയരാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോണ്ടല്ലോ ആ കുട്ടിക്ക് അമ്മയോട് ആദരവ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഒരു പക്ഷേ അമ്മ വീട്ടിൽ കയറി വന്ന ഉടനെ പൊടി വേഗം ട്യൂഷന് പോവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രു ആരായിരിക്കും? അമ്മയായിരിക്കും, ഇല്ലേ? അപ്പൊ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ പെരുമാറാനുള്ളൊരു കഴിവ് അത് അമ്മമാരിൽ കൂടുതലുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഋഷീശ്വരന്മാര് ഈശ്വരനെ വിഗ്രഹത്തിൽ കാണൂ എന്നല്ല പറയുന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞ്, ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗുരുവിനെ ചെന്ന് നമസ്കരിക്കുന്ന ശിഷ്യനോട് ഗുരു പറയുന്നത്, ഇനി നീ ഈശ്വരനെ കണ്ടു പൂജിക്കണം. എവിടെ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ആദ്യമാരിലാണ് മാതൃദേവോ ഭവ. അതാണ് ഭാരതത്തിന്റെ മഹത്വം. കാരണം ഒരമ്മയ്ക്ക് വേഗം മറ്റൊരാളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്നാണ്. 3 കാര്യങ്ങൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അമ്മമാരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തത്, മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വെറുതെ ഇരുന്നാൽ അത് വേണ്ടാത്തത് ചിന്തിക്കും. അതുകൊണ്ട് കുട്ടികളുടെ മനസ്സിനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എപ്പോഴും അതിനെ ഓരോന്നിലും എൻഗേജ്ഡ് ആക്കാൻ അമ്മയ്ക്ക് സാധിക്കണം. നല്ല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആക്കാൻ സാധിച്ചാലുണ്ടോ ആ കുട്ടിയുടെ മനസ്സൊരിക്കലും വഴിതെറ്റില്ല. നേരെ മറിച്ച് അതിന് വെറുതെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് അത് തെറ്റായ വഴിക്കൊക്കെ പോകുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവന ജീവിതവും കഴിഞ്ഞ് മഥുരയിലേക്ക് വരുമ്പോ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? സന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്, അല്ലെ? ഒരു ഗുരുവിന്റെ ആവശ്യം വരികയാണ് കൃഷ്ണന്. 64 ദിവസം കൊണ്ട്, കേട്ടിട്ടുണ്ടോ കഥ? 64 ദിവസം കൊണ്ട് 64 കലകൾ പഠിച്ചിരുന്ന ഭഗവാനാണ്. അത് മനസ്സിലാക്കി വെക്കണം നമ്മള്. അപ്പൊ നമ്മുടെ മനുഷ്യ മനസ്സിന് അനവധി ശാഖകളിലേക്ക് തിരിയാനുള്ള കഴിവുണ്ട്, പലതും പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഒരുപാട് സാധ്യതകളുള്ളൊരു സാധനമാണ് നമ്മളെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്. അതിന് കല പഠിക്കാം, അതിന് സംഗീതം പഠിക്കാം, അതിന് സ്പോർട്സ് ചെയ്യാം, അതുപോലെ ഏതേത് മേഖലകൾ വേണോ അത് എല്ലാ മേഖലകളിലേക്കും. ഇന്ന് ഈ വിദ്യാഭ്യാസ രംഗമുണ്ടല്ലോ, പലപ്പോഴും പറയുന്നത് കുട്ടികളെ നിങ്ങൾ ഫ്രീ ആക്കൂ എന്നാണ്. കുട്ടികളെ ഫ്രീ ആക്കല്ല വേണ്ടത്, അത് വഴിതെറ്റിക്കലാണ്. നമ്മൾ അവരെ എൻഗേജ്ഡ് ആക്കുകയാണ് വേണ്ടത്. എപ്പോഴും മൈൻഡ് എൻഗേജ്ഡ് ആയിരുന്നാലുണ്ടല്ലോ വേണ്ടാത്ത ചിന്തിക്കുകയില്ല. ഞാനിത് അനുഭവത്തിലൂടെയാണ് പറയേണ്ടത്. ഞങ്ങൾ കുട്ടികളുടെ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്, പണ്ട് ചെയ്തിരുന്നു. അപ്പൊ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു വളരെ ടൈറ്റ് ഷെഡ്യൂളാണ് കുട്ടികൾക്ക് കൊടുക്കുക. രാവിലെ 5 മണിക്ക് എണീപ്പിക്കും, അത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ, അത് കഴിഞ്ഞാൽ അടുത്തത് കുറച്ച് ഗീതാ പഠനം. ഇനി രണ്ടാമത്തോ കൂടി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എൻഗേജ്ഡ് ആക്കുക മാത്രമല്ല, ആ കുട്ടികളെ ഒന്നിൽ തന്നെ പിടിച്ചു നിർത്തിയാൽ അത് ബോറടിക്കും. വൈവിധ്യങ്ങൾ വേണം മനസ്സിനെപ്പോഴും. അത് നമ്മുടെ സ്വന്തം ജീവിതം എടുത്തു നോക്കിയാൽ കുട്ടികളെയും മനസ്സിലാവും. നിങ്ങൾക്ക് രാവിലെ ഇഡ്ഡലിയാണെന്ന് വിചാരിക്കുക, പലഹാരം. ഉച്ചയ്ക്ക് അത് തന്നെ തന്നാലോ? രാത്രി അത് തന്നെ തന്നാലോ? പിറ്റേന്ന് രാവിലെ അത് തന്നാലോ? അതിന്റെ പിറ്റേ ഉച്ചയ്ക്ക് അത് തന്നാലോ? പിറ്റേന്ന് രാത്രി അത് തന്നാലോ? അടുത്ത ദിവസം അത് തന്നാലോ? അടുത്ത ദിവസം ഉച്ചയ്ക്ക് മതി സ്വാമി. ഇനി തന്നാ നിങ്ങളത് തന്നവന്റെ മുഖത്തേക്ക് എറിയും. മടുക്കുമോ? നമുക്ക് ഉണ്ടോ ഇല്ലയോ? മടുപ്പ് വരും. ഏത് സാധനമായാലും മടുപ്പ് വരും. ഇതുപോലെ തന്നെയാണ് മനുഷ്യ മനസ്സ്. വെറും പഠിത്തം ട്യൂഷൻ എന്ന് പറഞ്ഞാലല്ലോ ആ കുട്ടിക്ക് പഠിത്തത്തോട് മടുപ്പ് വരും, ആ ട്യൂഷനോട് മടുപ്പ് വരും. അതുകൊണ്ട് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പാടാനുള്ള കഴിവുണ്ടാവും, അതുപോലെ പല കഴിവുകളും ഉണ്ടാവും. അതിന് പറ്റുന്ന ആളുകളിലേക്ക് ആ കുട്ടികളെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടിയുടെ മനസ്സിനെ വളർത്താൻ സാധിക്കും. നമുക്കൊക്കെ ഒരു വിശ്വാമിത്ര മഹർഷിയെ പോലുള്ള ആളുകളെ കിട്ടിയാലല്ലോ മാറ്റിയെടുക്കാൻ സാധിക്കും. ശ്രീരാമസ്വാമിയും അതുപോലെ ലക്ഷ്മണനും കുട്ടികളായിരിക്കുന്ന സമയത്ത്, കൊട്ടാരത്തിൽ വളർന്നു വരുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി വരികയാണ് തന്റെ യാഗരക്ഷയ്ക്ക് വരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലേ കഥ? അങ്ങനെയല്ലേ? ഉടനെ ദശരഥൻ പറയാണ്, കുട്ടികളല്ലേ, വിട്ടുപോയാൽ വല്ലത് സംഭവിക്കില്ലേ? രാമൻ പോയാൽ പിന്നെ എനിക്ക് ആരുണ്ട്? ഉടനെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാജൻ പറഞ്ഞ വാക്ക് പാലിക്കണം. കുട്ടികളെ തരാന്ന് പറഞ്ഞിരുന്നു അങ്ങ്. ചോദിച്ചാൽ എന്തും തരാന്നൊക്കെ പറഞ്ഞിട്ട് കാലുമാറിയേ.
എനിക്ക് രാമനും ലക്ഷ്മണനും എന്റെ കൂടെ വരണം. ലക്ഷ്മണൻ വന്നില്ലെങ്കിലും രാമൻ നിർബന്ധമായിട്ട് വരണം. ഉടനെ ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഞാൻ വന്നാ പോരെ, ആ രാക്ഷസന്മാരെയൊക്കെ കൊല്ലാൻ ഞാൻ പോരെ, ഈ കുട്ടികളൊക്കെ രാക്ഷസന്മാരെ കണ്ടാൽ അവിടെ വീണു പോയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ, രാജൻ എന്റെ സ്വഭാവം അറിയാലോ. ഇത് കണ്ടപ്പോ വസിഷ്ഠരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോര് ശപിച്ചാൽ കുലം നശിക്കും. കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് വിചാരിക്കൂ രാജൻ. അങ്ങേക്ക് തോന്നുന്നുണ്ടോ രാമനെയൊക്കെ അയാൾ വഴിതെറ്റിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന? എന്താ അങ്ങ് വെട്ടിത്തം പറയുന്നത്? അങ്ങനെ രാമലക്ഷ്മണന്മാര് പോകുന്ന സമയത്ത് രാമലക്ഷ്മണന്മാര് പോലും അറിയാത്ത വിധത്തിൽ അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ വിശ്വാമിത്ര മഹർഷിക്ക് സാധിച്ചു. സീതാദേവി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് രാഷ്ട്രത്തിന് വേണ്ടി സീതാദേവി ഉപേക്ഷിക്കാനുള്ള മനോധൈര്യം ശ്രീരാമസ്വാമിക്ക് കൊടുക്കുന്നത് വിശ്വാമിത്ര മഹർഷിയാണ്. ശ്രീരാമസ്വാമിയുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു താടകയെ കൊല്ലുമ്പോ. കാരണം മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ കൊല്ലരുത് എന്ന്. സ്ത്രീകളെയും ബ്രാഹ്മണരെയും സന്യാസിവര്യന്മാരെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ, കുട്ടികളെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപം എന്നാണ്. അപ്പൊ ഇവിടെ താടക എന്ന് പറയുന്നത് സ്ത്രീയാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, സ്ത്രീയല്ലേ ഗുരു എന്ന് പറഞ്ഞു. രാഷ്ട്രത്തിനും സമൂഹത്തിനും സമാജത്തിനും ഒരു സ്ത്രീ വേദനാത്മകമാവുകയാണെങ്കിൽ, അവളുടെ ജീവിതം ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ആ സ്ത്രീയെ കൊല്ലാൻ ശാസ്ത്രം നമ്മളെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് താടകയെ കൊന്നു എന്ന് വെച്ചിട്ട് തെറ്റില്ലയാണ്. ഇന്നിതാ ഈ അറിവുണ്ടല്ലോ, സീത രാഷ്ട്രത്തിനൊരു തലവേദനയായി മാറുന്നു. ഈ രാജ്യത്തിലുള്ള സ്ത്രീകൾ സീതയെ ഒരിക്കലും തെറ്റായി കാണരുത് എന്നുള്ള ബോധ്യം കൊണ്ട് ശ്രീരാമസ്വാമിക്ക് സീതയെ ഉപേക്ഷിക്കാനുള്ള മനോധൈര്യം അന്ന് വിശ്വാമിത്ര മഹർഷിയിൽ നിന്നാണ് കിട്ടിയത്. അല്ലേ? ആണോ അല്ലയോ? ഒരുപക്ഷെ ശ്രീരാമസ്വാമി ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലിരുന്നുവെങ്കിൽ സീതാദേവി ഉപേക്ഷിക്കാൻ ഒരിക്കലും ആർക്ക് സാധിക്കില്ല? ശ്രീരാമസ്വാമിക്ക് സാധിക്കില്ല. കാരണം അതിനുള്ള അറിവില്ല. അറിവ് കിട്ടണല്ലോ വല്ലയിടത്തും, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്രകാരം ഓരോ ജീവിതവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വേണ്ട സമയത്ത് വേണ്ടത് പകർന്നു കൊടുത്ത് വേണ്ട രീതിയിലൊക്കെ കഴിവുകളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവരൊന്നും ജീവിതത്തിൽ തളരുകയില്ല. ഇന്ന് നമുക്ക് വളരെ ആവശ്യകരമായൊരു രംഗമാണിത്. കാരണം വെറും ഞാൻ നോക്കുമ്പോഴല്ലോ നമ്മൾ അറിയുന്ന പല കുട്ടികൾ ഈ സോഫ്റ്റ്വെയർ വെറും എഞ്ചിനീയറിംഗ് മേഖലയിൽ മാത്രം പോയി പെട്ടെന്ന് ജോലി പോകണു. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒരു വഴിയില്ല അവർക്ക്. കാരണം തെങ്ങ് പോലെയാ പോയിരിക്കുന്നത്, കവുങ്ങ് പോലെയാ പോയിരിക്കുന്നത്. ഈ തെങ്ങിനും കവുങ്ങിനും ഒരു കുഴപ്പമുണ്ട്, അതിന്റെ മണ്ട കേടുവന്നാൽ വൃക്ഷം തന്നെ കേടുവന്നു. നേരെ മറിച്ചൊരു പ്ലാവോ അല്ലെങ്കിൽ ഒരു മാവോ ഒക്കെ ആണെങ്കിൽ ഒരു ശാഖ പോയാലും വേറൊരു ശാഖയ്ക്ക് ജീവനുണ്ട്. അതുപോലെ നമുക്ക് പല തരത്തിലുള്ള ചിന്തകളും വിചാരങ്ങളും ഉണ്ടെങ്കിൽ ഒരു മാർഗം പോയാലും വേറൊരു മാർഗം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടും. നമ്മളെ വഴിമുട്ടിക്കാൻ ഒരാൾക്ക് സാധ്യല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ കഴിവ് 64 കലകളെക്കുറിച്ചുള്ള അറിവുള്ളതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു മേഖലയിലും ഒരാൾക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. അവതാരമൂർത്തിയിരിക്കുന്ന ഭഗവാൻ തേരോടിക്കുന്നതിൽ പോലും കഴിവുള്ളവനായിരുന്നു. 5 കുതിരകളെ ഓടിക്കാനുള്ള കഴിവ് ശ്രീകൃഷ്ണ ഭഗവാനുള്ളത് വേറൊരാൾക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൗരവന്മാരുടെ ഇടയിൽ അയാളായിരുന്നു ശല്യര്. അതാണ് ശല്യരെ തെരഞ്ഞെടുക്കുന്നത്. ഈ കഴിവുകളൊക്കെ ഉള്ള അവതാരമൂർത്തി നമ്മളെ പഠിപ്പിക്കുന്നത് അനവധി കഴിവുകളും അനവധി കാര്യങ്ങളും പഠിക്കാനുള്ള കഴിവ് നമ്മുടെ സിസ്റ്റത്തിനുണ്ട്. പക്ഷെ നമ്മളെ അച്ഛനമ്മമാരുണ്ടല്ലോ വെറും ഈ പഠിത്തം ഇരിക്കടാ പഠിക്കടാന്ന് അങ്ങനെ നിർബന്ധിച്ച് അതിൽ മാത്രം ഒതുക്കി വയ്ക്കുകയാണ്. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഭാഗവതം വായിക്കുക എന്നുള്ളൊരു കമ്പൽസറി ആയിരുന്നു നമ്മുടെ വീട്ടില്. ഞാനൊക്കെ വാസ്തുവിൽ ശപിച്ചിട്ടുണ്ട് വായിക്കുന്നതിന്. കാരണം നല്ലൊരു സമയം ഈ ഭാഗവതമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കണല്ലോ എന്ന്. പക്ഷെ ഇന്ന് എനിക്ക് അഭിമാനം തോന്നുന്നു, അന്ന് വായിക്കാൻ പറഞ്ഞതുകൊണ്ട് അന്ന് തന്നെ ഇതിന്റെ കഥകളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമുക്കറിയില്ല ഏതാ നല്ലത് ചീത്തത് എന്നുള്ളത്. അങ്ങനെ ഒരു സിസ്റ്റം, സന്ധ്യയ്ക്ക് നാമം ജപിക്കുക, അമ്പലങ്ങളിൽ പോവുക, കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കുക, ഭജനകളിൽ പങ്കെടുക്കുക, സംഗീതം, കല, എന്തൊക്കെയുണ്ടോ നമുക്ക് ഭാരതത്തിലാണെങ്കിൽ അനവധി ശാഖകളുണ്ട് അല്ലേ? അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെ ജീവിതത്തെ വാർത്തെടുക്കുകയാണെങ്കിൽ നോ വൺ ഈസ് യൂസ്ലെസ്. ചിന്മയാനന്ദ സ്വാമികളുടെ ഒരു വാക്ക് പറയും, നോ വൺ ഈസ് യൂസ്ലെസ്, ചിൽഡ്രൻ ആർ നോട്ട് യൂസ്ലെസ്, ദേ ആർ യൂസ്ഡ് ലെസ് എന്നാണ്. അവരുടെ മനസ്സിനെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം അവരൊക്കെ പലപ്പോഴും ആ മേഖല നിന്നു കഴിഞ്ഞാൽ വേറെ മേഖലകളില്ലാതെ സ്റ്റക്കപ്പായി ജീവിതം ഉപസംഹരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ഉള്ളൊരു സന്ദേശം, ഈ കുട്ടികളെ നമുക്കൊരു പക്ഷേ കുട്ടികളൊക്കെ വളർന്ന് മുതിർന്നവരായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം. ഒന്നാമത്തത്,
വെറുതെ ഇരുന്നാൽ മനസ്സ് അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും എൻഗേജ്ഡ് ആക്കണം. ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു കൊടുത്താൽ മനസ്സപ്പോഴും ബോറടിപ്പിക്കും, വേണ്ടാത്ത ചിന്തയിലേക്ക് പോകും. അതുകൊണ്ട് ഒന്ന് വിട്ട ഒന്ന്. നമുക്കാണെങ്കിൽ ഹിന്ദു മതത്തിനെ സംബന്ധിച്ച് ഭാഗ്യം ചെയ്തവരാ നമ്മള്. ഒരു പുസ്തകത്തെ മാത്രം ആശ്രയിക്കണ്ട. വേണോ? കുറച്ചുനേരം രാമായണം വായിക്കാം, കുറച്ചുനേരം ഗീത വായിക്കാം, നാരായണീയം വായിക്കാം, ഭാഗവതം വായിക്കാം, എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാം. ഇനി മലയാളത്തിൽ തന്നെ എത്ര ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കണോ ഇല്ലേ? അനവധി സാധനങ്ങൾ. എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനം, ജ്ഞാനപ്പാന, പൂന്താനത്തിന്റേത്, അങ്ങനെ 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 നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാക്കൾ ഇഷ്ടം മാതിരി എഴുതി വെച്ചിരിക്കണം. സമയം ഇല്ലായ്മയല്ലേ? ആണോ? സമയമില്ലാത്തതുകൊണ്ടാണോ? ഉള്ള സമയം നമ്മൾ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മളങ്ങനെ പരിശീലിച്ചെടുക്കണം. രാവിലെ മുതൽ അങ്ങനെ മനസ്സിനെ ഇന്നതൊക്കെ വായിച്ചിരിക്കുന്നു, എൻഗേജ്ഡ് ആക്കണം. മൂന്നാമത്തത്, നാം അതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം, അല്ലെങ്കിൽ അത് യാന്ത്രികമായി പോകും. അതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് അച്ഛനമ്മമാർക്ക് ചെയ്യാവുന്ന മൂന്നാമത്തെ ഒരു കാര്യം. ഈ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലല്ലോ അവർ വഴിതെറ്റില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി അത് വേണ്ട വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് വയസ്സിനനുസരിച്ച്. ഞാൻ കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ട് പറയുന്നത്, ഒന്നാമത് ഇന്നത്തെ അച്ഛനമ്മമാരുണ്ടല്ലോ, ഈവൻ കുട്ടികൾ വളർന്നു വരുമ്പം ഈ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സപ്രസ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അവരത് വേറെ ദിക്കിൽ പോയിട്ട് പ്രകടിപ്പിക്കും. അത് അച്ഛനമ്മമാര് തുറന്നു പറയണം അതൊക്കെ. കാരണം ഇന്ന് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കാൻ എളുപ്പം സാധിക്കും. അത്രത്തോളം വഴിതെറ്റിക്കൊണ്ടാണ് സമൂഹം പോകുന്നത്. മനസ്സിലായില്ലേ? ബാംഗ്ലൂരിൽ ഈ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ ഗവൺമെന്റ് രാത്രി 10 മണിക്ക് ശേഷം പബ് അടച്ചു വയ്ക്കാൻ പറഞ്ഞു, ബീർ പബ്ബുകൾ. അതിനെതിരെ ഏറെക്കൂടെ കൂടുതൽ പ്രൊട്ടസ്റ്റ് ചെയ്ത് ആരാന്നറിയോ? പെൺകുട്ടികളാണ്. കൂടുതൽ പ്രൊട്ടസ്റ്റ് ചെയ്തിരിക്കുന്ന പെൺകുട്ടികളാണ്. കാരണം അവർക്ക് അവിടെ പോയിട്ട് ഡാൻസ് കളിക്കണം, പലതും ചെയ്യണം. ഇനി ഒരു ദുരന്തം കൂടി നിങ്ങൾ കേട്ടോളൂ. ബാംഗ്ലൂരിൽ സംഭവിച്ചൊരു കഥയാണ്. ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോ പുറകിൽ എന്തോ കുത്തുന്നതായിട്ട് തോന്നി. അപ്പൊ എടുത്തു നോക്കിയ സമയത്ത് എന്താ കാണുന്നത്? സിറിഞ്ചാണ്. അപ്പൊ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, വെൽക്കം ടു അവർ ഗ്രൂപ്പ് HIV പോസിറ്റീവ് എന്ന്. ആരോ എയ്ഡ്സ് ഉള്ളവൻ കൊണ്ടുവച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിനക്ക് സ്വാഗതം എന്ന്. എവിടെ എത്തി ലോകം പോകുന്നെന്ന് വഴി നോക്കൂ നിങ്ങൾ. അപ്പൊ ഇവിടെയൊക്കെയാണ് നമുക്ക് തുറന്നു പറയാനുള്ളൊരു സമീപനം. നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടല്ലോ, ഒന്നും എതിരായിരുന്നില്ല. എനിക്ക് നല്ലവണ്ണം അറിയാം, കൊടുങ്ങല്ലൂർ ഭരണി ഇല്ലേ, സകല വൃത്തികേടുകളും വിളിച്ചു പറയുന്ന ഒരു സ്ഥലമാണ്. ദേവിയുടെ മുന്നിൽ തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്ത സംസ്കാരമാണ് നമ്മുടേത്. ഇതിലൊന്നും വൃത്തികേട് കണ്ടിരുന്നില്ല. ഇവിടെ നല്ലതുമില്ല, ചീത്തതുമില്ല. നല്ലതും ചീത്തയാവും, ചീത്തയും നല്ലതാവും. അതെവിടെ അടക്കി വെക്കുന്നോ അവിടെയൊക്കെ പ്രശ്നമാണ്. അത് തുറന്നു വിടുന്നോ, തുറന്നു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വഴിവിട്ട് തുറന്നു വിടുക എന്നല്ല. ഇതൊന്നും മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടക്കാൻ സമ്മതിക്കരുത്. മനസ്സ് മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആക്കേണ്ടതുണ്ട്. അത് എൻഗേജ്ഡ് ആക്കുന്ന സമയത്ത് എൻഗേജ്ഡ് ആവണം. ഇങ്ങനെ ഒരു തുറന്ന സമീപനം. ഞാൻ ഇക്കാര്യത്തിലുണ്ടല്ലോ, ചില ഫാമിലിയിൽ വളരെ ആദരിക്കുന്ന ആളുകളുണ്ട്. ഒരു അച്ഛനും അമ്മയും എനിക്ക് അറിയുന്ന ഉദ്യോഗസ്ഥന്മാരാണ് രണ്ടുപേരും. അവരെ മക്കളോടൊക്കെ ഉണ്ടല്ലോ, ഈവൻ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും തുറന്നു പറയും. അങ്ങനെയൊക്കെ തുറന്നു പറയുമ്പോൾ ആ കുട്ടികൾക്കൊരു വിഷമമില്ല, അവർ വഴിതെറ്റില്ല. 100% അവർ വഴിതെറ്റില്ല. അവര് അമ്മയോട് പറയും ചെയ്യും, അമ്മ ഇത്രയൊക്കെ ഞങ്ങളോട് തുറന്നു പറയുമ്പോൾ ഞങ്ങൾ വഴിതെറ്റുമോ? അത്ര കോൺഫിഡൻസ് ആണ് ആ കുട്ടികളിൽ. അങ്ങനെയൊക്കെ ഒരു സമൂഹം നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ ഏത് കാര്യത്തിലും, ഞാൻ പറയുമ്പോണ്ടല്ലോ, പ്രായത്തിനനുസരിച്ചെല്ലാം അവർ തുറന്നു പറയാനുള്ള സമീപനം, അവർക്ക് എന്റെ എന്ന് പറയുന്ന ഒരു സ്ഥലം ഏതായി മാറണം? വീടായി മാറണം. അവർക്ക് വീട്ടിൽ തന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അവരൊന്നും വഴിതെറ്റില്ല. അപ്പൊ 3 കാര്യങ്ങൾ. ഒന്ന്, മനസ്സിനെ എപ്പോഴും എൻഗേജ്ഡ് ആക്കണം. ഒന്നിൽ തന്നെ പിടിച്ചു നിർത്തിയാൽ മനസ്സ് എന്തായിരിക്കും? അത് ബോറടിപ്പിക്കും. അത് നമ്മളെ മറ്റുള്ള വേണ്ടാത്ത ചിന്തയിലേക്ക് കൊണ്ടുപോകും. മൂന്നാമത്തത്, ചെയ്യുന്നതും വായിക്കുന്നതും അതിന്റെ പിന്നിലുള്ള തത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അത് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായത്തിനനുസരിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. ഏത് ചോദ്യത്തിനും അതിന് വ്യക്തമായൊരു ഉത്തരം നമ്മളിൽ ഉണ്ടാവണം. എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒന്നുമില്ല ലോകത്തില്. ഏത് പ്രശ്നത്തിനും എന്തെങ്കിലും ഒരു പരിഹാരമുണ്ട്. നമ്മളത് ആ കഴിവ് കണ്ടെത്തണമെന്ന് മാത്രം, അത് ഡെവലപ്പ് ചെയ്യണമെന്ന് മാത്രം. ഇവിടെ സുനീതി ദേവി ആ പുത്രനെ വളർത്തിയെടുത്തതുകൊണ്ട് ഇത് ആ പുത്രൻ എന്ന് വലിയൊരു അസറ്റായി മാറി എന്ന് പറയണം. അതിനുശേഷം ആ പുത്രൻ കഠിനമായ തപസ് ചെയ്തു. നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, രാവിലെ എണീറ്റ ഉടനെ തന്നെ ഏത് നാമം ജപിക്കണം, ഏത് മന്ത്രം ജപിക്കണം?
യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖിലശക്തിധരസ്വദാം അന്യാം സഹസ്തധരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന എന്റെ മനസ്സിനെയും എന്റെ വാക്കുകളെയും എന്റെ ചരണങ്ങളെയും എല്ലാ കരണങ്ങളെയും ഏതൊരു ഭഗവത് ശക്തിയാണോ ഉണർത്തിയത്, ഏതൊരു ഭഗവത് ശക്തി കൊണ്ടാണോ അത് പ്രവർത്തിക്കുന്നത്, ഏതൊരു ഭഗവത് ശക്തി ഉള്ളത് കൊണ്ടാണോ ഉറക്കത്തിലും അത് നിലനിൽക്കുന്നത്, ആ ഭഗവാനായിക്കൊണ്ട് എന്റെ നമസ്കാരം. ഇപ്രകാരം അങ്ങനെ സ്തുതിച്ചതിന് ശേഷം അവിടുന്ന് ഭഗവാൻ പ്രകടമായി. ആ ഭഗവാൻ പ്രകടമായതും ഉണ്ണിയോട് പറയാണ്, ഉണ്ണി, നിനക്ക് ഞാൻ 2 വരങ്ങൾ തരുന്നു. ഒന്നാമത്തെ വരം ധ്രുവക്ഷിതി കൊടുക്കുകയാണ്. എല്ലാ നക്ഷത്രങ്ങളും പ്രദക്ഷിണം വയ്ക്കുന്ന, ഒരിക്കലും സ്ഥലം മാറാത്ത, സ്ഥാനം മാറാത്ത നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം. ആ പദവി കൊടുത്തു. പോരാത്തതിന് ഭഗവാൻ പറഞ്ഞു, ഷട്രിംശൽ വർഷസാഹസ്രം, 36,000 ദിവസമോ വർഷമോ ആവട്ടെ, രാഷ്ട്രം ഭരിക്കൂ. അങ്ങനെ ഭഗവാന്റെ അടുത്തുനിന്ന് 2 വരങ്ങളും ആര് വാങ്ങിച്ചു? ധ്രുവൻ വാങ്ങിച്ചു. നോക്കൂ, പൊതുവേ ഉണ്ടല്ലോ, നമ്മൾ ഇത്തരം കഥകൾ വായിക്കുമ്പം ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാൻ വരം കൊടുക്കാൻ കാരണം കുട്ടിക്ക് വരം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അങ്ങനെ കുട്ടി ആഗ്രഹിച്ച് മേടിച്ചതാണ്. പൊതുവെ നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കി വെക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാനോട് നമ്മൾ ചോദിക്കാനാണോ പോവേണ്ടത്, ആണോ അല്ലേ എന്നുള്ളത്. എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്? നമുക്ക് ധ്രുവന്റെ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും വരം കിട്ടി, ഭഗവാൻ അവിടെ നിന്ന് പോയി. അതിനുശേഷമോ ഇത്രയും വരം കിട്ടിയിട്ട്, എത്രയോ വലിയ വരം കിട്ടിയിട്ട് ധ്രുവൻ അവിടെ കിടന്ന് വേദനിച്ചു എന്നാ പറയുന്നത്, മനസ്സുകൊണ്ട്. ഭാഗവതം പറയാണ്, വിതുരര് ചോദിക്കുകയാണ്, ഇങ്ങനെ ധ്രുവന് വരമൊക്കെ കിട്ടിയപ്പം എന്താണ്? സോപി സങ്കൽപ്പജം വിഷ്ണോ പാദസേവോപസാദിതം പ്രാപ്യ സങ്കൽപ്പനിർവാണം അതിപ്രീതോ അഭ്യകൽപുരം. അതിപ്രീതോ എന്ന കിട്ടിയ വരത്തിലൊന്നും ധ്രുവന് പ്രീതി വന്നില്ല എന്ന്. അപ്പൊ ചോദിക്കുകയാണ്, ഇത്രയും സുദുർലഭമായ ഭഗവാന്റെ പദത്തിലെത്താൻ സാധിച്ചിട്ട്, ഭഗവാനിൽ നിന്ന് ഇത്രയും വരമൊക്കെ കിട്ടിയിട്ട് എന്താ കുട്ടി ഇങ്ങനെ വേദനിച്ചു പോയതെന്ന് പറയണു. ധ്രുവവാച സമാധിനാനൈകപവേനയൽപദം വിദുസ്സനന്ദാദയ ഊർധരേതസ മാസൈരഹം ഷഡ്ഭിരമുഷ്യപാദയോ ഛായാമുപേത്യാപഗത പ്രദങ്മതി. കഷ്ടം, കഷ്ടം, ഞാൻ എത്ര 6 മാസം കൊണ്ട് കഠിന തപസ് ചെയ്തിട്ട് പ്രയാസപ്പെട്ടിട്ട് ഭഗവാനെ നേടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള വരങ്ങളാണല്ലോ വാങ്ങിച്ചതെന്ന്. അപ്പൊ എന്തായിരിക്കും ധ്രുവന് വേദന വരാൻ കാരണം? 3 കാരണേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ പ്രതീക്ഷിച്ചത് മുഴുവൻ കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം. അങ്ങനെ ഉണ്ടാവില്ലേ ദുഃഖം? പ്രതീക്ഷിച്ചത് കുറഞ്ഞു പോയാൽ ദുഃഖം ഉണ്ടാവും. ഇനി പ്രതീക്ഷിച്ചതിന് പകരം വേറെ ഒന്ന് കിട്ടിയാലും ദുഃഖം. അല്ലെങ്കിൽ പിന്നെ എന്താ ദുഃഖത്തിന് കാരണം? പ്രതീക്ഷിച്ചത് കുറഞ്ഞാലും ദുഃഖം, പ്രതീക്ഷിച്ചതിന് പകരം വേറൊന്നാണ് കിട്ടിയതെങ്കിലും ദുഃഖം. പിന്നെ എന്തെങ്കിലും ദുഃഖം ഉണ്ടാവുമോ? ഇനി ഇതല്ല വേടിക്കേണ്ടത് എന്നുള്ള ചിന്ത വന്നാലും ദുഃഖം. അങ്ങനെ ഉണ്ടാവാലോ. വേറൊന്ന് കിട്ടിയാലും ദുഃഖം, കുറഞ്ഞാലും ദുഃഖം. ഇനി ഇതൊന്നും ആയിരുന്നില്ലേ വേണ്ടത്, മറ്റൊന്നായിരുന്നു, അപ്പോഴും ദുഃഖം വരാം. നമ്മള് ഈ ഒരു 3 കാര്യങ്ങൾ ഓർത്തു വെക്കണേ. പ്രതീക്ഷിച്ചത് കുറഞ്ഞ ദുഃഖം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ വലുത് പ്രതീക്ഷിച്ചിട്ട് ചെറുതേ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ദുഃഖം ഉണ്ടാവും. ഏത് വ്യക്തികൾക്കും ദുഃഖം ഉണ്ടാവും. ഇനി മാറിപ്പോയാലോ അത് ദുഃഖത്തോട് ദുഃഖം തന്നെയാണ്. ഇവിടെ ധ്രുവൻ ദുഃഖിക്കാൻ കാരണം എന്താണ്? ധ്രുവന് വിവേകം വന്നു. പറയണു, അഹോപദമമാനാത്മ്യം മന്ദഭാഗ്യസ്യ പശ്യതാം പവശ്ചിത പാദമൂലം ഗത്വായാജേയതന്തവൽ മതിർവിദൂഷിതാ ദേവൈ ഫലബീരസഹിഷ്ണുബീ യോ നാരദവചസ്തത്യം നാഗ്രാഹീഷസത്തമാം ദേവീം മായാം ഉപാശ്രിത്യം പ്രസുപ്തൈവ ഭിന്നദൃ തപ്യേത്വദീയേപ്യസതീ ഭ്രാതൃഭ്രാതൃഹ്യുദ്രുജാം മതേ വിദൂഷിതാ ദേവി. കഷ്ടം, കഷ്ടം, എന്റെ മതി, എന്റെ മനസ്സ് എന്നെ വഴിതെറ്റിച്ചുവല്ലോ എന്ന്. ഇതല്ലല്ലോ ഞാൻ ചോദിക്കേണ്ടിയിരുന്നത്. അഹോപദമമാനാത്മ്യം മന്ദഭാഗ്യസ്യ പശ്യതാം. എന്റെ മന്ദഭാഗ്യം, എന്റെ അവിവേകം, എന്റെ ഭാഗ്യക്കേട് നിങ്ങൾ കാണൂ, നിങ്ങൾ കാണൂ. എനിക്ക് ഭാഗ്യം കേട് സംഭവിച്ചു എന്ന്. എന്താ ഞാൻ വാങ്ങിച്ചത്?
ത്യക്ത്വായാജേ യദന്തവൽ. വാങ്ങിച്ചതെല്ലാം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന സാധനങ്ങളാണല്ലോ ഞാൻ ചോദിച്ചു മേടിച്ചത് ഭഗവാന്റെ അടുത്തുനിന്ന്. ഇതായിരുന്നില്ലല്ലോ ഞാൻ ചോദിക്കേണ്ടത്. അപ്പോഴാണ് വിവേകം വന്നത്. ഈ ചോദിച്ചതെല്ലാം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകുന്ന. ഭാരതത്തിന്റെ ഒരു മഹത്തായ ഒരു സംസ്കാരമുണ്ടല്ലോ. നാം ലൗകികമായ വസ്തുക്കളും സാധനങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഈ ചോദിക്കുന്നതൊക്കെ ഒരു ദിവസം നമ്മൾ വിട്ടുപോകണമെന്ന്. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമം. ഭഗവാൻ ഗീതയിൽ പറയുന്ന വാക്കുകളാണ്. അനിത്യമസുഖം ലോകം. ഈ ലോകം എന്ന് പറയുന്നത് കൂടെ വരാത്തതാണ്, തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ്. ഇമം പ്രാപ്യ ഭജസ്വമം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നിലേക്കാണ് കേട്ടോ മനസ്സ് തിരിക്കേണ്ടത് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഈ കുട്ടിയുടെ മനസ്സിൽ അനുഭവത്തിൽ വന്നു. ഞാൻ ചോദിച്ചതെല്ലാം ഒരിക്കൽ നഷ്ടപ്പെടുന്നതാണല്ലോ, ഇതായിരുന്നില്ലല്ലോ ചോദിക്കേണ്ടതെന്ന്. പിന്നെ പറയാണ് കഷ്ടം. നാരദ മഹർഷിയിൽ നിന്ന് എവിടെ തപസ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു, എങ്ങനെ തപസ് ചെയ്യണമെന്ന് ചോദിച്ചു, ഏത് രൂപത്തെ ഉപാസിക്കണമെന്ന് മനസ്സിലാക്കി, ഏത് മന്ത്രം ജപിക്കണമെന്ന് ചോദിച്ചു. പക്ഷെ ഒന്ന് ചോദിക്കാൻ ഞാൻ മറന്നുപോയി എന്നാണ്. എന്തായിരിക്കും അത്? അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ ഭഗവാനിൽ നിന്നും എന്താണ് ചോദിക്കേണ്ടതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കൂ. നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും നമുക്കിത് വല്ലതും അറിയോ? നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണോ പ്രാർത്ഥിക്കേണ്ടത്, ഇതാണോ പറയേണ്ടത്, നമുക്കാർക്കും അറിയില്ല. വാസ്തവത്തിൽ എന്തൊക്കെയോ വിഡ്ഢിത്തങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കുട്ടിക്ക് തിരിച്ചറിവുണ്ടായി. ഞാൻ ചോദിച്ചതൊന്നല്ല ചോദിക്കേണ്ടിയിരുന്നത്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതല്ല എന്നുള്ളത്. ഒരു യഥാർത്ഥ ഭക്തൻ അമ്പലത്തിൽ ചെന്നാലുണ്ടല്ലോ ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഏതായാലും ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കേണ്ട വളരെ സന്തോഷം കൊണ്ടാണ് ചോദിക്കുന്നതൊക്കെ തരുന്നത് എന്ന്. വളരെ സന്തോഷം കൊണ്ടൊന്നല്ല തരുന്നത്, പിന്നെ നിവൃത്തിയില്ലാതെ തരികയാണ് പലതും. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ വാസ്തവത്തിൽ നമ്മളോട് ഈശ്വരന് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല തരുന്നത്, പിന്നെയോ ഒരു നിവൃത്തിയില്ലാത്തോണ്ട് തരികയാണ്. അതുകൊണ്ട് വിവേകമുള്ളവര് ഭഗവാനോട് എന്തേ ചോദിക്കാവൂ? നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. 3 കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് മനസ്സിൽ വെക്കണം. ഒന്നാമത്തത്, നാം ഭഗവാനിൽ നിന്ന് ഒന്നും ചോദിക്കാനല്ല പോകുന്നത്. പിന്നെ എന്തിനാ പോണത്? ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 45-ാമത്തെ ശ്ലോകത്തിൽ പറയും, ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോപവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ ആത്മവൻ ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധോന്ന വിധീയതേ. 2-ാമത്തെ അധ്യായത്തിലെ ഗീതയിൽ ഈ 2 ശ്ലോകങ്ങൾ, 44-ാമത്തെ ശ്ലോകവും 45-ാമത്തെ ശ്ലോകവും, ഈ 2 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് പറയാണ് ഭോഗൈശ്വര്യപ്രസക്താനാം. ഭോഗൈശ്വര്യങ്ങളിൽ മനസ്സ് വെച്ചിരിക്കുന്ന ഒരാൾക്ക് വ്യവസായാത്മിക ബുദ്ധി സമാധോന്ന വിധീയതേ. വ്യവസായാത്മിക ബുദ്ധി ഉണ്ടാവില്ല. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി മൈൻഡ് ഉണ്ടാവില്ല അവർക്ക്. അവരുടെ മനസ്സെപ്പോഴും ചഞ്ചലമായിരിക്കും. അതെന്താ ചഞ്ചലം എന്ന് പറഞ്ഞാൽ? അവര് ഒന്ന് ആഗ്രഹിക്കും, അത് കിട്ടിയാലും അത് കിട്ടിയിട്ടില്ലെങ്കിലും അവരുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. ഇനി മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത, എന്തെങ്കിലും ആഗ്രഹിച്ചത് കിട്ടിയാൽ ഉടനെ മറ്റൊന്നിലേക്ക് പോയി, പിന്നെ വേറൊന്നിലേക്ക് ഡിമാൻഡ് വന്നു. അതാണ് മനുഷ്യ മനസ്സ്. ഒന്നിലും തൃപ്തിപ്പെടാൻ മനുഷ്യ മനസ്സിന് സാധ്യമല്ല. ഉണ്ടോ? സാധ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്തെങ്കിലും കിട്ടിയാലും മനസ്സവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വ്യവസായാത്മിക ബുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് വേണം? ത്രൈഗുണ്യ വിഷയാ വേദ